നമസ്കാരം, ഞാൻ അമ്മു ഔസേപ്പച്ചൻ, സദർ അക്കാഡമി ഫോർ നാട്യ ആൻഡ് ഡാഗയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ. കുറച്ച് ദിവസമായി കുറേയേറെ സൈബർ ആക്രമണങ്ങളും ഇപ്പോഴും പിന്തുടരുന്ന കുറച്ച് കുറ്റപ്പെടുത്തലുകളും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് അതിന്റെ ഒരു ബാക്കി കാര്യങ്ങൾ, അതിന്റെ ഒരു തെളിവുകൾ എല്ലാം തന്നെ പറയാൻ സമയമായി എന്ന് തോന്നുന്നു. അതിന്റെ ഒരു ക്ലാരിറ്റി നിങ്ങളോട് പറയണം എന്ന് തോന്നി. സംഭവം ഇതാണ്. ഇപ്പൊ കുറെ പേർക്ക് ഞാനൊരു ശത്രു ആകാനുള്ള കാരണം, ഈ അടുത്ത് ഞാനൊരു കലോത്സവം കാണാൻ പോയി. അതിന്റെ ഒരു ജഡ്ജ്മെന്റിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഞാൻ എന്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. മാന്യമായ രീതിയിൽ ഞാനത് പ്രതിഷേധിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് ആരെയും മോശം പറഞ്ഞോ ആരുടെ പേരും പറഞ്ഞോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. മാന്യമായ രീതിയിൽ അതിനേക്കാളേറെ എനിക്ക് ഇഷ്ടപ്പെട്ട കുട്ടി ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷെ അതിനെ വല്ലാണ്ട് അങ്ങ് വളച്ചൊടിച്ചു. ഇപ്പോ അങ്ങനെ കുറേയേറെ ആളുകൾ വളച്ചൊടിച്ച് അതിനെ പല രീതിയിലാക്കിയപ്പോ എനിക്കും ഒരു പോയിന്റിൽ എനിക്ക് തോന്നി, ഞാൻ ഇത്രയേറെ വിവരക്കേടാണോ ദൈവമേ വിളിച്ചു പറഞ്ഞത്, അത്രയേറെ തെറ്റ് ഞാൻ ചെയ്തോ എന്ന് വിചാരിച്ച് എനിക്ക് പോലും ഒരു ചെറിയ ഒരു വിഷമം എന്റെ മനസ്സിൽ തോന്നിയ സമയത്ത് ദൈവത്തിന്റെ സമ്മാനം എന്നെ തേടി ഒരു തെളിവ് എത്തി. ആ തെളിവ് വേറൊന്നുമല്ല, വിവരാവകാശ കമ്മീഷനിലേക്ക് എഴുതി കൊടുത്ത് അതില് ഞാൻ ഈ പ്രതിഷേധിച്ച ഈ ഒരു കോമ്പറ്റീഷന്റെ ജഡ്ജസിന്റെ സ്കോർ ഷീറ്റിന്റെ ആ ഒരു കോപ്പി, ആ ഒരു തെളിവ് എന്നെ തേടി ഇന്നലെ എത്തുമ്പോ എനിക്ക് ഒത്തിരിയേറെ ആത്മാഭിമാനം തോന്നുന്നു, ഒത്തിരിയേറെ സന്തോഷം തോന്നുന്നു. കാര്യം എന്താന്ന് വെച്ചാ, 3 ജഡ്ജസ് ഉണ്ടായിരുന്ന, അതായത് ഗവൺമെന്റ് ഇരുത്തിയ ഒത്തിരിയേറെ അറിവുള്ള പ്രഗത്ഭരായിട്ടുള്ള 3 പേര് ജഡ്ജ് ചെയ്ത ഈ കോമ്പറ്റീഷനിൽ, ഞാൻ പ്രതിഷേധിച്ച ഈ കോമ്പറ്റീഷനിൽ 2 ജഡ്ജസ് എന്റെ ഒപ്പം നിൽക്കുന്നു. അതായത് ഞാൻ പറഞ്ഞ അഭിപ്രായത്തിനോട് ചേർന്ന് നിൽക്കുന്ന 2 ജഡ്ജസ്, അതായത് ഭൂരിപക്ഷം എനിക്കൊപ്പം, എന്റെ അഭിപ്രായത്തിനൊപ്പം ഒരാൾ മാത്രം വേറെ. അങ്ങനെ ഒരു തെളിവ് എന്നെ തേടിയെത്തുമ്പോ എങ്ങനെയാണ് ഞാൻ സന്തോഷിക്കാതിരിക്കുക? അപ്പൊ ഞാൻ പറഞ്ഞത് സത്യമായിരുന്നില്ലേ എന്ന് തന്നെ നിങ്ങൾ ചിന്തിക്കണം. എനിക്കെതിരെ സംസാരിച്ചവരും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. എന്തിനായിരുന്നു ഇത്രയും ആക്രമണങ്ങൾ? എന്തിനായിരുന്നു നിങ്ങൾ ഇത്രയേറെ അറിയാണ്ടെടുത്ത് ചാടിയത്? ഞാൻ എന്റെ വീട്ടിലിരുന്ന് ആരോ പറഞ്ഞ ഒന്ന് അങ്ങനെ കാണാത്ത ഒന്നിനെ കണ്ടു എന്ന രീതിയിൽ പറഞ്ഞ ആളല്ല. ഞാൻ പോയി അത് മൊത്തം കണ്ട് എനിക്കറിയാവുന്ന എന്റെ അഭിപ്രായങ്ങൾ വെച്ച്, എന്റെ അറിവ് വെച്ചിട്ട്, ഞാൻ അത്ര വലിയ പ്രഗത്ഭയൊന്നുമല്ല, പക്ഷെ എനിക്ക് അറിയാവുന്ന കുഞ്ഞു കുഞ്ഞു അറിവുകളൊക്കെ വെച്ച്, ഞാൻ കളിച്ചിരുന്ന ഇനങ്ങളുടെ ഒരു നിലവാരമൊക്കെ വെച്ച് ഞാൻ എഴുതി, അതിന്റെ റിവ്യൂ കറക്ഷൻസ് ഒക്കെ എഴുതി എനിക്ക് തോന്നിയ ഒരു ജഡ്ജ്മെന്റ് ആയിരുന്നു. അതിന്റെ ഒപ്പം ഇതിൽ ചില ആളുകൾ വന്ന് ഓൺലൈൻ കരഞ്ഞതുപോലെ ഇരുന്ന് പറഞ്ഞതുപോലെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത ജഡ്ജസ് എന്റെ കൂടെ നിൽക്കുന്നു 2 പേരെന്ന് പറയുമ്പോൾ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഇപ്പൊ എനിക്കൊരു ചോദ്യം, ഇപ്പൊ ആ കരഞ്ഞതുപോലത്തെ ആ വീഡിയോയൊക്കെ എന്റെ മനസ്സിൽ ഇന്നും ഉള്ളത് കൊണ്ട് പഴയൊരു സിനിമാ ഡയലോഗ് ഇങ്ങനെ ഓർമ്മ വരുവാണ്. മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായി പോകും. അങ്ങനെ ഒന്നായിരുന്നോ എന്ന് ആ കരഞ്ഞതുപോലെ വീഡിയോ ചെയ്ത ആള് ആത്മപരിശോധന ചെയ്യാൻ സമയമായി. പിന്നെ എനിക്ക് കുട്ടികളോട് പറയാനുള്ള ഒരു മെസ്സേജ്, ഈ കോമ്പറ്റീഷനിൽ പോകുമ്പോൾ ആ കുട്ടികളോടും അവരുടെ മാതാപിതാക്കന്മാരോടും പറയാനുള്ള ഒരു ചെറിയൊരു എന്റെ ആയിട്ടുള്ള ഒരു രീതി, ഉപദേശമൊന്നുമല്ല, എന്റെ ഒരു കാഴ്ചപ്പാട്. ഫസ്റ്റ് ആണെങ്കിൽ കൂടിയും, ഒരുപക്ഷെ നമ്മൾ ഫസ്റ്റ് പൊസിഷൻ ആയിരിക്കും, ആണെങ്കിൽ കൂടിയും നമ്മൾ ഒരിക്കലും 100% തികയില്ല. കാര്യം ഇത് നൃത്തമാണ് അല്ലെ, ഇതൊരു ഫിസിക്കൽ ആക്ടിവിറ്റി കൂടിയാണ്. നമ്മളുടെ കയ്യും കാലും ദേഹം എല്ലാം കൂടി ചേർന്ന്, നമ്മളൊരു കമ്പ്യൂട്ടർ ഒന്നുമല്ല, നമ്മൾ മനുഷ്യന്മാരാണ്. ഒരു മനുഷ്യൻ ചെയ്യുന്ന കാര്യത്തില് 100% തികഞ്ഞാൽ അത് ബ്രഹ്മന് സമം എന്ന് പറയില്ലേ, ദൈവത്തിന് സമം. നമ്മൾ ദൈവമൊന്നുമല്ലല്ലോ. അപ്പോ എന്തു തന്നെയായാലും ചിലപ്പോൾ കറക്ഷൻസ് ഒക്കെ ഉണ്ടായിന്ന് വരാം. അപ്പൊ ഫസ്റ്റ് ആണെങ്കിലും സെക്കൻഡ് ആയാലും തേർഡ് ആയാലും, ഇനിയിപ്പോ ഒരു ലാസ്റ്റ് പൊസിഷൻ ആണെങ്കിൽ കൂടിയും നമ്മൾ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത്, അത് എങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രൈസ് കിട്ടിയത്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ കറക്ഷൻസ് ഉണ്ട് എന്ന് ചോദിച്ചറിയുന്നത് ഒരു തെറ്റാണോ? അതൊരു നല്ല കാര്യമല്ലേ? അത് ശരിക്കും അറിയുമ്പോഴല്ലേ നമ്മൾ കൂടുതൽ ഭംഗിയായി മുന്നോട്ട് വരുള്ളൂ. അപ്പൊ നിങ്ങളൊരു പ്രൈസ് കിട്ടുമ്പോഴേക്കോ കിട്ടാതിരിക്കുമ്പോഴേക്കോ തളർന്നു പോയി അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാതെ
നിങ്ങൾ ഇങ്ങനെ ആകെ ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നു എന്ന് പറയുന്ന സ്ഥിതി കേൾക്കുമ്പോൾ ഒരു നൃത്ത അധ്യാപിക എന്ന രീതിയിലും ഒരു നർത്തകി എന്ന രീതിയിലും കലോത്സവ വേദിയിലെ പണ്ടത്തെ ഒരു കണ്ടസ്റ്റന്റ് എന്ന രീതിയിലും എനിക്ക് ഒത്തിരിയേറെ സങ്കടം തോന്നുന്നുണ്ട് ഈ ഒരു പ്രവണതയോട്. നിങ്ങൾ ഇതൊക്കെ മാറ്റാൻ സമയമായി. അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ മാതാപിതാക്കന്മാരും അവരുടെ അധ്യാപകരും നൃത്ത അധ്യാപകരും ശ്രദ്ധിക്കണം എന്നും ഞാൻ പറയുവാണ്. ഈ ഒരു സമയത്ത് എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ ചെയ്യുന്നത് എല്ലാം ശരി, ഞാൻ ചെയ്യുന്നത്, നമ്മൾ എന്ന് ഞാൻ ഉപയോഗിക്കുന്നില്ല, സോറി, ഞാൻ ചെയ്യുന്ന എല്ലാം ശരി എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കുറെ പേര് ഇങ്ങനെ കൂട്ടം കൂടി ചോദിച്ചപ്പോ എനിക്ക് തന്നെ ഇത്രയും വിവരക്കേട് ഞാൻ കാണിച്ചോ, എനിക്കങ്ങനെ തെറ്റ് പറ്റിയോ, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നോ എന്നൊക്കെ ഒരു ചോദ്യം എന്നോട് തോന്നി. അത് എല്ലാവർക്കും തോന്നേണ്ട ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് ഞാൻ ഇറങ്ങിയത്. ഇനി ഞാൻ എന്നെ തേടി വന്ന ഈ തെളിവിൽ ഏതാണ്ട് കരഞ്ഞതുപോലെ സംസാരിച്ച്, അല്ലെങ്കിൽ ചിലവർ ആക്രമിച്ചതുപോലെ, ചില ആളുകൾ പറഞ്ഞതുപോലെ, ചില ആളുകൾ കുറ്റപ്പെടുത്തിയതുപോലെ നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ പറ്റുന്ന രീതിയിൽ ആയിരുന്നു സ്കോർ ഷീറ്റ് എങ്കിൽ ഈ ജഡ്ജസിന്റെ 3 പേരുടെയും സ്കോർ ഷീറ്റിൽ എനിക്കെതിരാണ് 3 പേരുടെയും അഭിപ്രായമായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വരുന്നത് ഇതേ തെളിവെടുത്തിട്ട് എനിക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി, എന്റെ കാഴ്ചപ്പാടിന്റെ തെറ്റാണ്, എനിക്ക് വിവരമില്ലാതിരുന്ന ഒരാളായിരുന്നു പോയി, എന്റെ വിവരങ്ങൾ എനിക്ക് ഇന്ന് വരെയും ഉണ്ടായിരുന്ന അറിവ് തെറ്റായി പോയി, അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ജഡ്ജ്മെന്റും ഒരു കലോത്സവ വേദിയിൽ പോകാനുള്ള യോഗ്യതയില്ല, കാണാനുള്ള യോഗ്യതയില്ല, അത് ജഡ്ജ് ചെയ്യാൻ എനിക്ക് യോഗ്യതയില്ല. അതുകൊണ്ട് ഇന്ന് ഈ സമയം മുതൽ ഞാൻ ഇനി ഒരിക്കലും കലോത്സവ വേദിയിൽ പോയി ഒന്നും തന്നെ ജഡ്ജ് ചെയ്ത് ആരെയും ഒന്നും പറയാൻ നിൽക്കില്ല. അതുപോലെ തന്നെ ഞാൻ ചെയ്തു പോയ തെറ്റിന് നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞ കമന്റ് എല്ലാം പിൻവലിച്ച് ആ കുട്ടിയോടും അവരുടെ പാരന്റ്സിനോടും അവരെ പഠിപ്പിച്ച പ്രഗത്ഭനായ പ്രശസ്തനായ വലിയ കൊറിയോഗ്രാഫർ ആ ഒരു സാറിനോടും നിങ്ങളെ സാക്ഷി നിർത്തി ഇന്ന് ഈ ദിവസം മാപ്പ് ചോദിച്ച് ഞാൻ നിങ്ങളോട് എല്ലാവരോടും, നിങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചതിന് നിങ്ങളോട് എല്ലാവരോടും മാപ്പ് ചോദിച്ച് ഞാൻ ആ പ്രതിഷേധിച്ചതിന്റെ വീഡിയോയും അതിന്റെ ബാക്കിയായിട്ട് ഞാൻ ചെയ്ത വീഡിയോസും എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്യുമായിരുന്നു. ഈ സ്കോർ ഷീറ്റിൽ എനിക്ക് വിപരീതമാണ്, ഞാൻ പറഞ്ഞതിന് വിപരീതമാണ് കാര്യം ആയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് നിങ്ങളെയും സാക്ഷി നിർത്തി ഞാൻ അതങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷേ ഏതൊരു ക്രൈമിലും ദൈവം അവശേഷിപ്പിക്കുന്ന ഒരു ചെറിയൊരു ലുക്ക് ഹോൾ ഉണ്ട്. സത്യത്തിന് വേണ്ടി, സത്യം ജയിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ലുക്ക് ഹോൾ. ആ ഒരു ലുക്ക് ഹോൾ ആണ് ഈ ഒരു വിവരാവകാശ കമ്മീഷൻ വെച്ച് എടുത്ത ഈ ഒരു 3 ജഡ്ജസിന്റെ റിസൾട്ടിന്റെ കോപ്പി എന്ന് പറയാൻ എനിക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ചിലർ എന്നെ ഭരതമുനിക്കും മുൻപുള്ള റാണി എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഒരു സെൽഫ് കോൺഫിഡൻസോട് കൂടി, സെൽഫ് റെസ്പെക്റ്റോട് കൂടി ഞാൻ നിങ്ങളോട് പറയുന്നു, ആ പറഞ്ഞ കമന്റിലും ഞാനൊരു റാണിയാണ്. ആ റാണിയുടെ തലയെടുപ്പോട് കൂടി ഇന്ന് വരെയും ചെയ്ത ഒരു കാര്യത്തിനെയും തെറ്റ് എന്ന് പറഞ്ഞ് പിൻവലിക്കേണ്ട ഒരു അവസ്ഥ വരാതിരുന്ന എന്നെ തേടി ഈ സത്യം എത്തിയത്. അതുകൊണ്ട് സത്യം എന്നും വിജയിക്കും. ആ സത്യത്തെ തേടിപ്പോയില്ലെങ്കിലും നമ്മളെ തേടി ആ സത്യം എത്തും. കള്ളത്തരമായ ഒന്നും തന്നെ നിലനിൽക്കില്ല. ആ കള്ളത്തരം സ്ഥാപിച്ചെടുക്കാൻ ആരൊക്കെ എന്തൊക്കെ നാടകം കാണിച്ചാലും, ആരൊക്കെ ആരെ കൂട്ടുപിടിച്ചാലും ദൈവം ആ സത്യത്തിന്റെ കൂടെ മാത്രമേ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരിയേറെ സന്തോഷത്തോടെ നന്ദി, നമസ്കാരം.